അത്യാവശ്യം നല്ല റിട്ടേൺസും അതേപോലെ തന്നെ കുറച്ച് സേഫുമായിട്ടുള്ള 3 മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ 3 മ്യൂച്വൽ ഫണ്ട്സും ഞാൻ ഓൾറെഡി എന്റെ പോർട്ട്ഫോളിയോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ടാണ്. ഇത് ആക്ച്വലി ഒരു ആക്റ്റീവ് ഫണ്ട് അല്ല, ഒരു പാസീവ് മ്യൂച്വൽ ഫണ്ടാണ്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ട് മാനേജർ ഇരുന്നു കൊണ്ട് ആക്റ്റീവായി ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾ അതിനെ ആക്റ്റീവ് ഫണ്ട് എന്ന് പറയും. ഇത് പാസീവ് ഫണ്ടാണ്. കാരണം നിഫ്റ്റി 50 എന്നൊരു ഇൻഡെക്സ് ഉണ്ട്, അവിടെ എന്താണോ നടക്കുന്നത് ആ ചേഞ്ചസും ഷഫ്ലിങ്സും എല്ലാം ഈ ഫണ്ടുകളിലേക്കും നടന്നേക്കും. ഇവിടെ ഒരു ആക്റ്റീവ് ആയിട്ട് ഫണ്ട് മാനേജറിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പാസീവ് ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് വരുന്ന എക്സ്പെൻസ് റേഷ്യോ വളരെയധികം കുറവാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ആവാൻ പോകുന്നത് ഇന്ത്യയിൽ വരുന്ന ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനീസ്, അതായത് HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ്, അതേപോലെ തന്നെ റിലയൻസ്, ഇതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിലേക്ക് നമ്മുടെ പൈസ പോകാൻ പോകുന്നത്. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട്സോ മേലോട്ട് പോകുമോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് തീർച്ചയായിട്ടും മേലോട്ട് പോകുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50യും സെൻസെക്സുമാണ് ഉറപ്പുള്ള കാര്യങ്ങൾ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമ്മൾ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് റണ്ണിലേക്ക് മാർക്കറ്റ് മേലോട്ട് പോകുന്തോറും നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസും അത്രത്തോളം വലുത് തന്നെ ആയിരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് പരാഗ് പരീഖ് എന്ന ഫ്ലെക്സി ക്യാപ്പാണ്. ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ടു ഇൻവെസ്റ്റ് എനിവെയർ, അതായത് ലാർജ് ക്യാപ്പ് ആവട്ടെ, മിഡ് ക്യാപ്പ് ആവട്ടെ, സ്മോൾ ക്യാപ്പ് ആവട്ടെ, ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതിന് കൊണ്ടാണ് ഇതിനെ ഫ്ലെക്സി ക്യാപ്പ് എന്ന പേര് എന്ന് പറയുന്നത്. എസ്പെഷ്യലി എന്തുകൊണ്ട് പരാഗ് പരീഖ് എന്ന ഫ്ലെക്സി ക്യാപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഫണ്ട് മാനേജർ വരുന്നത് രാജീവ് താക്കൂർ ആണ്. ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ഗ്ലോബൽ മാർക്കറ്റ് ആയിട്ടുള്ള US മാർക്കറ്റിലും ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മളൊരു ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല തന്നെ വെളിയിലത്തെ ഫണ്ടിലേക്കും പോകുന്നുണ്ട്. സോ നല്ല രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈലാണ് പരാഗ് പരീഖ് എന്ന ഫ്ലെക്സി ക്യാപ്പ് ഇവിടെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരുടെ ഹോൾഡിംഗ്സിലേക്ക് നോക്കുകയാണെന്നാണെങ്കിൽ തന്നെ ഫൈനാൻഷ്യൽസ് ഒരു 22% പോകുന്നുണ്ട്, ട്രാപ്സിലേക്ക് 11% പോകുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കാം എന്താണ് ഈ ട്രാപ്സ് എന്നുള്ളത്. അവിടെ അതിന്റെ മീനിങ് ട്രൈ പാർട്ടി റെപ്പോ ഡീലിംഗ് സിസ്റ്റം, അതായത് ട്രഷറി ബിൽസിലേക്കാണ് കൂടുതൽ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ആവാൻ പോകുന്നത്. റിമൈനിങ് വരുന്നത് എത്രയാണ്? ഫോറിൻ സെക്യൂരിറ്റീസിൽ 10% വരുന്നുണ്ട്, ഡിപ്പോസിറ്റ്സിലേക്ക് 10% വരുന്നുണ്ട്. ഇനി കൂടുതൽ വെയിറ്റേജ് പോകുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ തന്നെ കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റും. ട്രാപ്സിലേക്ക് 11% പോകുന്നുണ്ട്, HDFC ബാങ്കിലേക്ക് 8.38 പോകുന്നുണ്ട്, ബജാജ് ഹോൾഡിംഗ്സിലേക്ക് 7% പോകുന്നുണ്ട്. സോ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡും അതേപോലെ തന്നെ ബെറ്റർ റിട്ടേൺസ് ലോങ് ടേമിലേക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സ്റ്റോക്സും ആ തരത്തിലുള്ള കാറ്റഗറിയിലേക്ക് മാത്രമാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ഫ്ലെക്സി ക്യാപ്പ്, ഒരു ഫ്ലെക്സിബിലിറ്റി വേണ്ട, ഒരു വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് നോക്കുന്ന ഒരാളാണ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റിയിൽ പരാഗ് പരീഖ് എന്ന ഫ്ലെക്സി ക്യാപ്പ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. അതായത് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോകാൻ പോകുന്നത് ആദ്യത്തെ 250 കമ്പനീസിലായിരിക്കും. അതായത് ആദ്യത്തെ 100 കമ്പനീസിനെ നമ്മൾ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്ന 150 കമ്പനീസിനെ നമ്മൾ മിഡ് ക്യാപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്ന എല്ലാ കമ്പനീസും നമ്മൾ സ്മോൾ ക്യാപ്പ് എന്ന് പറയും. സോ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250, അതായത് ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ 250 എണ്ണം. അപ്പോൾ ആദ്യത്തെ 100 വരുന്ന ലാർജ് ക്യാപ്പും അത് കഴിഞ്ഞ് വരുന്ന 150 മിഡ് ക്യാപ്പിനും എല്ലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ആവാൻ പോകുന്നത്. സോ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 150 കമ്പനീസിൽ പോകുന്നതാണ് പൈസ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇത് ആക്ച്വലി ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അല്ല, ഒരു പാസീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. സോ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന എക്സ്പെൻസ് റേഷ്യോ വീണ്ടും അവിടെ കുറവായിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, മിഡ് ക്യാപ്പും അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പും നല്ല രീതിയിൽ റിട്ടേൺസ് തരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ലോങ് റണ്ണിൽ. ബട്ട് സ്റ്റിൽ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി സേഫ് ആവണം, നമ്മുടെ ഫണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി സേഫ് എന്ന രീതിയിലാണ് ബെറ്റർ റിട്ടേൺസ് നോക്കുന്നതെന്നാണെങ്കിൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൈസ മിഡ് ക്യാപ്പിലേക്ക് പോകുന്നുണ്ടാവും, അത്യാവശ്യം സേഫ്റ്റി കിട്ടാൻ ലാർജ് ക്യാപ്പ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ തീർച്ചയായിട്ടും വേണമെങ്കിൽ നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ്പ് എന്ന 250 ഇൻഡെക്സ് ഫണ്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ ഞാൻ ഷെയർ ചെയ്ത ടോപ്പ് ആയിട്ടുള്ള 3 മ്യൂച്വൽ ഫണ്ട്സ്, എന്റെ ഹോൾഡിംഗ്സിൽ നിൽക്കുന്ന എനിക്ക് ഫേവറേറ്റ് ആയി തോന്നുന്ന 3 മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ് ഞാൻ ഇവിടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു സജഷൻ അല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്താതെ ഒരിക്കലും ഈ 3 മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ പറഞ്ഞു എന്റെ ബേസിൽ ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ ഒരു അനലിസ്റ്റ് പ്രകാരം, എൻ്റെ കണക്ക് പ്രകാരം എത്രത്തോളം ബെറ്റർ റിട്ടേൺസ് കിട്ടാൻ ചാൻസസ് ഉണ്ട് എന്നതിന്റെ ബേസിസിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോങ് റൺ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ബെറ്റർ റിട്ടേൺസ് കിട്ടാൻ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള 3 മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഓൾറെഡി ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.